ഈ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ വിശ്വാസം അന്ധവിശ്വാസമായി മാറുകയും ആചാരം അനാചാരമായി കൺവർഷൻ നടക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതിൽ നിന്ന് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകം ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരു അവതരണമോ ഒരു രചനാ ശൈലിയോ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ കുറച്ച് റിയാലിറ്റികളിലൂടെയാണ് പുസ്തകം കടന്നു പോകുന്നത്. ഒരു 450 വർഷം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ഫിക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ അതിനെ 425 വർഷമാക്കി വരുന്നത്. അപ്പോൾ ഈ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചേരുക. അല്ല ഞങ്ങൾ യക്ഷിയെ കണ്ടു എന്ന് അർത്ഥമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രോഗത്തെ ചികിത്സിക്കണമെങ്കിൽ രോഗി ആരെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പുതിയ സയൻസ് വന്നപ്പോഴും എനർജി ബോഡിയിലാണ് ട്രീറ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ജീവിത മൂല്യങ്ങളുടെ ഒരു വളർച്ചയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകവും അങ്ങനെ തന്നെയാണ്. ഈ പുസ്തകം എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാന്നാണ്, അല്ല കേവലം ഒരു യക്ഷിക്കഥയായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു സിനിമാറ്റിക് സ്വഭാവത്തിൽ അല്ലെങ്കിൽ സിനിമയോ ഇത് വെബ് സീരീസോ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു യക്ഷിക്കഥയുടെ സ്വഭാവത്തിലാണ് നിൽക്കും. പക്ഷേ പുസ്തകം നിൽക്കുന്നത് ജീവിത മൂല്യങ്ങൾ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്കിംഗ് പോയിന്റ് എന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രേതാത്മാക്കളുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അനുഭവം? അതെ, ആ അനുഭവം ഒരു കഥയുടെ രൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റിലൂടെയല്ല, യഥാർത്ഥത്തിൽ വശ്യ ഒരു സംഭവകഥ. ഈ പുസ്തകം എഴുതിയ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുകൂടി ആദ്യം തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അദ്ദേഹം എഴുത്തുകാരനാണ്, ഗവേഷകനാണ്. പക്ഷേ ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മേഖല സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ ഫിലോസഫിയും ഒക്കെയായിരുന്നു. ഇത്തരത്തിലൊരു ഫിക്ഷണൽ രൂപത്തിൽ ഒരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വശ്യ ഒരു സംഭവകഥ, അതാണ് നമ്മൾ ഇതിനു മുൻപും ടോക്കിംഗ് പോയിന്റിൽ അങ്ങ് അതിഥിയായി വന്നിട്ടുണ്ട്. അന്ന് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇന്ന് നമുക്ക് വശ്യ ഒരു സംഭവകഥ, ഈ പുസ്തകത്തെക്കുറിച്ചാണ് അറിയാനുള്ളത്. എന്താണ് ഇതിന് പിന്നിലെ സംഭവം? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇത് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇതിൻ്റെ ഒരു രൂപപ്പെടൽ വരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ആദ്യമായിട്ടാണ് ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് എൻ്റെ ഒരു പുസ്തകം വരുന്നത്. ഇതിനു മുമ്പ് ഫിലോസഫിക്കലായിട്ട് ഇന്ത്യൻ ഫിലോസഫി, നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ്ടൊരു 2 വർഷത്തിന് മുമ്പ് തികച്ചും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് ആദ്യമേ പറയുന്നതിൻ്റെ കാരണം ഒറ്റയ്ക്ക് എനിക്ക് കള്ളം പറയാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അത്ര ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളല്ല. ഞാനൊരു പക്ഷേ കുറച്ചുകൂടെ ഒരു വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നെയ്യൂർ ശ്രീകുമാർ എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ലൈവാണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബൈക്ക് യാത്രയ്ക്കിടയിൽ ഞങ്ങൾ മുക്കൂടൽ എന്ന് പറയുന്ന, തമിഴ്നാട്ടിലെ മുക്കൂടൽ എന്ന് പറയുന്ന ഒരു ഡാം സൈറ്റാണ്. മുക്കൂടൽ എന്ന് ആണ് പറയുന്നത്. പക്ഷേ അതിനെ ആൾക്കാർ വിളിക്കുന്നത് മുക്കടൽ എന്നാണ്. മുക്കടൽ എന്ന് പറഞ്ഞു വന്നതാണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ലോപിക്കുമല്ലോ, അതുപോലെ ഈ മുക്കൂടൽ എന്ന് പറയുന്നത് 3 കൂടലുകൾ എന്നാണ്. 3 കൂടൽ എന്ന് പറഞ്ഞാൽ 3 അരുവികൾ വന്ന് കൂടുന്ന സ്ഥലം, അതാണ് മുക്കൂടൽ. അതൊരു ഡാം സൈറ്റാണ്. ഏതാണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് അതിൻ്റെ നിർമ്മിതി നടന്നിരിക്കുന്നത്. അന്ന് ആദ്യം ഇത് ചെളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ആ ചെളി ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിന്നീട് കല്ലുകെട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഡാമാണ്. അപ്പോൾ ഈ ഡാമിൽ പോകാമെന്നൊരു ധാരണയിലാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോകുന്നത്. പക്ഷേ ഡാമിൽ ചെല്ലുന്ന അവിടെ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. 5-10 രൂപ കൊടുത്ത് ഞങ്ങൾ രണ്ടും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പക്ഷേ വല്ലാത്ത ഡള്ളാണ്. ഒരു 11 മണി സമയമാണ്, അതിഭയങ്കരമായ വെയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അകത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ഡാമിൻ്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ മുഴുവൻ വെയിൽ കൊള്ളണം. സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ഡാമിന് പുറത്തിറങ്ങിയിട്ട് മുന്നോട്ടപ്പോൾ ഒരു വഴി കാണുന്നുണ്ട്. ഒരു ടാറിട്ട റോഡാണ്, പക്ഷേ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ വഴിയിൽ ഞങ്ങളിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. വശ്യയുടെ ബേസ് പറയാൻ വേണ്ടിയാണ്. ഈ യാത്ര ചെയ്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു വലിയ ഒരു പുരാതനമായ ഒരു പക്ഷേ ഒരു 1000-2000 വർഷം പഴക്കം തോന്നിക്കുന്ന, എന്നാൽ ഒരാളും പോലും ഇല്ലാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ വശത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് തണൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഈ തണലിൽ ഒതുങ്ങാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിനൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ അദ്ദേഹം ആ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അങ്ങ് ഒന്നും ചോദിക്കാതിരിക്കുകയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞാട്ടെ, അതാണ് നല്ലത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ പഴയ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടൊരു ചെറിയൊരു ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ വീടുകളിലൊക്കെ തെക്കതെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കൗതുകരമായിട്ട് നോക്കി. പക്ഷെ കുറച്ച് ദൂരെയാണ്.
അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കയറി ആ ഫ്രണ്ട് വ്യൂയിൽ കൂടെ അല്ല വന്നത്, ആ വേയിൽ കൂടെ അല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അദ്ദേഹം വന്നു, എന്നോട് ചിരിച്ചു. അത് മുഷിഞ്ഞ വേഷത്തിലായിരുന്നു, ഇങ്ങനെ മുണ്ടൊക്കെ ഇത് ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് ഈ എൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു ഇസക്കി കോയിലാണെന്ന് പറഞ്ഞു. തമിഴിലാണ് സംസാരിക്കുന്നത്. ഇസക്കി കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു യക്ഷി ക്ഷേത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് ഈ എന്ത് യക്ഷിയെന്നൊന്ന് ചോദിക്കാനുള്ളൊരു സാധ്യമല്ല. ഒന്ന് തമിഴ്നാട്ടിൻ്റെ പൊതു സ്വഭാവം അറിയാമല്ലോ, എല്ലായിടത്തും ഒരു മരം കണ്ടാൽ അതിൽ പട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഇസക്കിയോ അല്ലെങ്കിൽ ഒരു യക്ഷിയോ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, അത് കാണണമോ എന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞാൽ തുറന്ന് കാണണമോ എന്നാണ് ചോദിച്ചത്. കുറച്ച് ഗ്യാപ്പുണ്ട്, ഒരു 100 മീറ്റർ ഗ്യാപ്പ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഈ ഫോൺ ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഇതൊരു 5 സ്റ്റെപ്പ് കയറണം. അങ്ങ് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറകൾ പോവുകയോ ചെയ്താൽ ഇത് ഒരു 5 സ്റ്റെപ്പ് കയറണം എന്ന് പറഞ്ഞാൽ ഒരു പഴയ കെട്ടിടമാണ്. ഈ 5 സ്റ്റെപ്പ് കയറിയിട്ട് ഇതിലൊരു ചെറിയ വാതിലാണ്. അപ്പോൾ ഈ വാതിൽ അകത്തേക്ക് തുറക്കും, അകത്തേക്കാണ് രണ്ട് പാളിയാണ്, ഇതിങ്ങനെ അകത്തേക്ക് തുറക്കും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അകത്തേക്ക് തുറന്നിട്ട് ഇദ്ദേഹം സ്റ്റെപ്പ് താഴോട്ടിറങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തമിഴ്നാട്ടിനെ കുറ്റം പറയില്ല, ഈ പലപ്പോഴും അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ തുറന്ന് കാണിച്ചു തരുന്ന ഒരു പദമുണ്ട്, അറിയാമല്ലോ. അതെന്തിനെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ഇത് കൊടുക്കുന്ന നിലയിലാണ്, ഒരു ദക്ഷിണ പോലെ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കരുതിയത്. അപ്പോൾ ഇദ്ദേഹം ഇത് തുറന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം ചെയ്തത് അവിടെ കുറേ കരിയിലകൾ, ചുള്ളികൾ, ഒരുമാതിരി കാട് പോലെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ മുന്നോട്ട് പോയി നിന്നു. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളെ അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ എൻ്റെ എഴുത്തിലും സ്വാഭാവികമായിട്ട് ആത്മീയതയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും അതിനകത്തൊരു ശാസ്ത്രീയതയോ പ്രായോഗികതയോ ഞാൻ കാണുന്ന കൂട്ടത്തിലാണ്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വിഗ്രഹത്തിൻ്റെ അടുത്തോട്ട് നിന്നുമ്പോൾ ഇങ്ങനെ തല ചരിഞ്ഞുള്ള ഒരു കുഞ്ഞു വിഗ്രഹമാണ്. അവിടെ പൂജ നടന്നിരിക്കുന്ന ഒരു തെളിവോ മറ്റു കാര്യങ്ങളോ വിളക്ക് കത്തിക്കലോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് എനിക്കൊരു ആകാംക്ഷ തോന്നുകയും പെട്ടെന്ന് എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്ത്. പക്ഷേ അതിനകത്ത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഘടകം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ വൈബ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ മാറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് കോൾ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വന്നു. അവിടെ ഒരു ചെറിയ അരുവിയുണ്ട്, അരുവി ക്രോസ് ചെയ്ത് വരണം. അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നല്ല ഭംഗിയുള്ളൊരു വിഗ്രഹമാണ്, സാർ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു, അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വന്ന് പെട്ടെന്ന് ഇദ്ദേഹം മാറി ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്രയോ കാലമായിട്ട് ഞാനും അദ്ദേഹം ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ ചോദിച്ചു, സാർ എന്ത് പെട്ടെന്ന് മാറിയതെന്ന് ചോദിച്ചു. ഇദ്ദേഹം എന്നോട് മറു ചോദ്യം ചോദിച്ചു, സാറെന്ത് മാറിയെന്ന് ചോദിച്ചു. ഞാനെന്ത് മാറി? ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ ഒരുപാട് കാലം കൊണ്ട് യാത്ര ചെയ്യല്ലേ, നമ്മൾ ഇതുവരെ ഇങ്ങനൊരു ചോദ്യം പരസ്പരം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് മറ്റേ അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഉഷിഞ്ഞ വസ്ത്രമാണ്, ഒരു ഹാഫ് കൈ ഷർട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അടയ്ക്കട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ യെസ് അടയ്ക്കണം. അപ്പോൾ ഞാൻ എന്നിട്ട് പെട്ടെന്ന് പോക്കറ്റിൽ നോക്കുമ്പോൾ 100 രൂപയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ 100 രൂപയുടെ കറൻസി ഇല്ല. ഞാൻ 200 രൂപ എടുത്ത് കൈക്കകത്ത് വെച്ചു. അപ്പോൾ ഇദ്ദേഹം വന്ന്, അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും തമ്മിൽ ഈ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഈ ടോട്ടൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം ഈ 5 സ്റ്റെപ്പ് കയറി ഈ മുകളിൽ കയറിയിട്ട് അതാണ് ഈ എൻ്റെ പുസ്തകത്തിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. അല്ല എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ല, ഞാൻ എക്സ്പീരിയൻസ് എന്നിലേക്കൊരു അനുഭവവേദ്യമായി വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുകളിൽ കയറിയിട്ട് ഈ ഡോർ ഇങ്ങനെ പിടിച്ചിങ്ങനെ അടയ്ക്കുന്നു. ഒരു സ്വാഭാവിക സംഭവമാണ്, ഞങ്ങൾക്കും വേറെ ഒന്നും പ്രതീക്ഷയില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു 10-15 അടി ദൂരെ, ഈ 5 സ്റ്റെപ്പാണ്, 10-15 അടി ദൂരത്തേക്ക് ഇദ്ദേഹം തെറിച്ച് വീണു. തെറിച്ച് വീണ അവിടെ ഒരു സാധ്യതയില്ല, ഒരു സാധാരണ നിശബ്ദ സംഭവമാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട്, എൻ്റെ സുഹൃത്തുമാണ്, ഞാൻ ഓടിപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നത്. നല്ല ഇതിലാണ്, ഒരു അല്പം മാറി, ഞാൻ ഇൻട്രോയിൽ അത് പറയുന്നുണ്ട്, അല്പം മാറിക്കഴിഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തല ചേർന്ന് ഒരു പാറയുണ്ടായിരുന്നു, ആ പാറയിൽ അടിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എണീറ്റു. ഞാൻ ചെന്നപ്പോൾ ഇദ്ദേഹം എണീറ്റു, പിടിക്കേണ്ട അവസരം വന്നില്ല. എണീറ്റിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇവള് ചിലപ്പോഴിങ്ങനെയാണെന്ന്. ചിലപ്പോഴിങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് ഇദ്ദേഹം അടയ്ക്കട്ടൊന്നിച്ച് വീണ്ടും ഇദ്ദേഹം കയറി. ആ ലോക്ക് അവിടെ ഇതില്ല, നമ്മുടെ പൂട്ടില്ല, ഈ ലോക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇദ്ദേഹം താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പൈസ കൊടുത്തു. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി തുറന്നതല്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ അനുഭവമാണ്, ആദ്യത്തെ അനുഭവമാണ്. സാധാരണ എല്ലായിടത്തും അത് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്ന് ഈ മരത്തിൻ്റെ ചോട്ടി ഇരുന്നെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ ചോട്ടി ഇരുത്തിയിട്ട് ഇത് ചോദിച്ചു, ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇതൊരു ഇശക്കിയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ബ്രാഹ്മൺ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് ഏതാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു കിണറിൻ്റെ ഒരു പോർഷനുണ്ട്. ഇപ്പോഴും ആ പോർഷൻ നിലവിൽ കാണാം. കാരണം ഞാൻ 2023 സംഭവമാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ 20 പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ലൈവാണ്. അപ്പോൾ ഈ കിണറിലാണ് ആ സ്ത്രീയെ കൊല ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ്, പക്ഷേ ഇദ്ദേഹം പറയുന്നതിനെല്ലാം ഒരു അവ്യക്തതയുണ്ട്, വ്യക്തതയില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പേര് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് കുമരേശനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഞാൻ പോകണം കേട്ടോ എന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ കൊളോക്കിൽ പറയുന്ന രീതിയിൽ ഇദ്ദേഹം ഈ വലിയ ക്ഷേത്രത്തിൻ്റെ, ആ വലിയ ക്ഷേത്രം രാവിലെ തുറക്കുന്നതാണെന്ന് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാലത്തിന് ശേഷം ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. കുറച്ച് സമയം മാത്രം അത് തുറന്നിട്ട് അടയ്ക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനൊരു കഥയൊക്കെ ഉണ്ട്, അതിൻ്റെ ബേസിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ ഭാഗത്തേക്ക് നടന്നു പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഭാഗത്തൂടെ ഒരാളിന് പോകാൻ പറ്റില്ല, അങ്ങോട്ട് വഴിയില്ല. പക്ഷെ പിന്നീട് കഴിഞ്ഞ ഈ 2023 മുതൽ ഏതാണ്ട് 2026 ആദ്യ മാസങ്ങൾ വരെ ഈ മനുഷ്യനെ ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു മനുഷ്യനും ആ വില്ലേജിലില്ല, ഇങ്ങനെ ഒരു പേരുള്ള മനുഷ്യനും ആ വില്ലേജിലില്ലെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ പറഞ്ഞാൽ ഈ ദിവസം തന്നെ ഞങ്ങൾ, അപ്പം ഇദ്ദേഹം പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ ആരുമില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടെ ആ മുന്നോട്ടുള്ള വഴിയിലൂടെ ഈ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു മുരുകൻ ക്ഷേത്രവും ഒരു ചെറിയ വില്ലേജും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ചോദിക്കും പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു അവിടുത്തെ ഇങ്ങനെ ആ ഇശക്കി കോയിൽ. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരാളുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞത് അവിടുത്തെ ഗ്രാമമുഖ്യനാണ്. ഇപ്പോഴും അദ്ദേഹം ലൈവാണ്. ഡോക്ടർ CS ശിവനാടുപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്, വശിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഞങ്ങളെ ഞെട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അപ്പം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്നാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് നാഗർകോവിലുകാരനാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ കൂട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് നേരത്തെ അദ്ദേഹം പറഞ്ഞത് ആവുടയമ്മ. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആവുടയമ്മ ക്ഷേത്രം. അപ്പോൾ അതേ വഴി ഞെട്ടലോട് ചോദിച്ച് നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അവിടെ പോയിരുന്നു. നിങ്ങൾ എന്തിനു പോയി? ഇല്ല, ഞങ്ങൾ അതുവഴി വന്നപ്പോൾ കയറി. അപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ 2 മക്കളും അവിടെ പോകാറില്ല കേട്ടോ, എൻ്റെ 2 മക്കളും അവിടെ പോകാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താണ് സാർ കാര്യം? അല്ല, എൻ്റെ 2 മക്കളോടെ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ കുറേ കാലത്തേക്ക് പനി പിടിച്ച് ഇങ്ങനെ കിടക്കാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നെ ഞങ്ങളൊരു എൻക്വയറി തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യ അവസരത്തിൽ പറഞ്ഞതിനകത്തും കുറച്ച് അവ്യക്തത അപ്പോഴും തുടർന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസി മാനാണ്, ഈ ഗ്രാമമുഖ്യൻ. അദ്ദേഹത്തിന് മറ്റെന്തോ കാര്യങ്ങൾ ഇടപെട്ട് പോകും. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അവിടെ ഗ്രാമവാസികളേക്കാണ്. അപ്പോഴാണ് ഈ കൊലപാതകത്തെക്കുറിച്ച്, ഇതൊരു ദാരുണമായ കൊലപാതകമാണ്. ഏതാണ്ട് ഒരു 450 വർഷം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ഫിക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ അതിനെ 425 വർഷമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചേരുന്നത്. അല്ല ഞങ്ങൾ യക്ഷിയെ കണ്ടു എന്ന് അർത്ഥമില്ല, ഞാൻ യക്ഷിയെ കണ്ടു എന്ന് അർത്ഥമില്ല. അപ്പോൾ ഈ ആവുടയമ്മാളെന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ സങ്കല്പത്തെ ഞങ്ങൾ കുറച്ചുകൂടെ ഒരു കോണ്ടംപററിയിലേക്ക് കൊണ്ടുവന്ന് 2 കുട്ടികളെ കൂടെ ക്യാരക്ടർ, 2 കുട്ടികളെന്ന് പറയുന്നത് ഞങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടികൾക്കുണ്ടായിരിക്കുന്ന സ്വാഭാവികമായിട്ട് സംശയം തീർക്കാനായിട്ട് ഈ ആവുടയമ്മാൾ തന്നെ വശ്യ എന്ന പേരിൽ കുട്ടികളുടെ മുന്നിൽ അവതരിക്കുകയും അവസാനം അവർ ഈ യക്ഷി എന്ന യക്ഷി സങ്കല്പത്തിലേക്ക്, യക്ഷൻ്റെ യക്ഷി അല്ലാതെ ആ യക്ഷി സങ്കല്പത്തിലേക്ക് തന്നെ ഇവർക്ക് മുന്നിൽ അവതരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ അങ്ങ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഗവേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ഈ ഒരു യക്ഷി അനുഭവങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇത് പ്രധാനമായിട്ട് അങ്ങക്ക് എന്നെക്കാൾ അറിയുന്നതാണ്. ഈ പ്രധാനമായിട്ട് ഈ മെൻ ടു ഡിവൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ മാനവതയിൽ നിന്ന് ദൈവികതയിലേക്ക്, അത് കുറച്ചുകൂടെ പ്രാപഞ്ചികം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു നിലയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങളുണ്ടല്ലോ, അതിനെ ഈ പ്രേതാത്മാക്കളെന്നോ അല്ലെങ്കിൽ ഈ മരിച്ചുപോയവർ തിരിച്ചു വരുന്നു എന്നൊരു സങ്കല്പത്തിലേക്ക് പോകണ്ട. ഇപ്പോൾ എനിക്ക് വളരെ അങ്ങയുടെയും കൂടെ സുഹൃത്തായിട്ടുള്ള പ്രദീപ് മരുതത്തൂർ, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇന്നും അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചിരുന്ന സമയത്ത് അദ്ദേഹവും ഞാനും ഇന്നലെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങളൊരു വാഴത്തോട്ടത്തിൽ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു വാഴത്തോട്ടത്തിൽ യാദൃച്ഛയായിട്ട് ചെന്നുപെട്ടു. അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്ന ആളും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്ന ആളൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇന്നലെ അദ്ദേഹത്തിന് ഉണ്ടായ എക്സ്പീരിയൻസ് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്നും അദ്ദേഹത്തിൽ നിന്ന് സംശയം മാറിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംശയത്തെ പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജ് മാത്യു സാർ പറയുന്നത് പോലെ ഈ ക്ലൈമറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ പഠിക്കുകയും
ആ സാധ്യത ഉറപ്പാക്കിക്കൊണ്ടാണ് ജോർജ് മാത്യു സാറിൻ്റെ തീസിസ് പോലും. അപ്പം അത്തരത്തിലുള്ളൊരവസ്ഥ നമുക്ക് സംജാതമാകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒരു പക്ഷേ നമ്മുടെ സങ്കല്പങ്ങളിൽ യക്ഷിയായിട്ടും അല്ലെങ്കിൽ പ്രേതാത്മാക്കളായിട്ടും വരാനുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, അതാണ് ഇതിൽ കാണുന്നതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഇതിപ്പോൾ ഈ പുസ്തകത്തിൽ ഡോക്ടർ ജോർജ് മാത്യു അവതാരിക എഴുതിയിട്ടുണ്ട്. അതെ അതെ അതെ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറേയേറെ പേർ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതൊരു സിനിമയായി മാറണമെന്നാണ്. കള്ളിയങ്കാട്ട് നീലി ക്യാരക്ടറായി സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അത്തരത്തിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും അദ്ദേഹം ശരിക്കും ഇത് സിനിമയായി മാറണമെന്നല്ല എനിക്ക് തോന്നുന്നത്. എൻ്റെ 31ാമത്തെ പുസ്തകമാണ്, വിവിധ ലാംഗ്വേജുകളിലായിട്ട് എൻ്റെ 31ാമത്തെ പുസ്തകമാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പുസ്തകത്തിന് ഒരു അവതാരിക വരുന്നത്. ഇപ്പോൾ ഒരു പാരാസൈക്കോളജി എന്ന നിലയിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് തന്നെ അവതാരിക എഴുതണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഒരു സങ്കല്പ ഗുരുവായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം വായിക്കാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുഴുവൻ അദ്ദേഹത്തിന് വായിച്ച് ഈ മുഴുവൻ പേജും വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു അവതാരിക എഴുതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് സിനിമയായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരു അവതരണമോ ഒരു രചനാ ശൈലിയോ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ കുറച്ച് റിയാലിറ്റികളിലൂടെയാണ് പുസ്തകം കടന്നു പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ഈ വശ്യ എന്ന ക്യാരക്ടറിനെ കണ്ട് എത്തുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ. അതെ അതെ അതെ. അതുമായി ചേർത്ത് വയ്ക്കാവുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നേരത്തെ കേട്ടിരുന്ന സുമതി വളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. പക്ഷേ ഇതിലെ ഈ വശ്യ എന്ന് പറയുന്ന പേരൊരു സംസ്കൃത പദമാണ്. കൺട്രോളിങ് അതേഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് മേളിലാണല്ലോ ഈശ്വരൻ നിൽക്കുന്നത്. ഈശ്വരന് മേളിലാണ് ബ്രഹ്മം നിൽക്കുന്നത്. ബ്രഹ്മത്തിന് മേളിലാണ് എൻഡിലെസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഈ ഹൈന്ദവ വിശ്വാസികളെ സ്വാഭാവികമായിട്ട് ആദിപരാശക്തി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ വശ്യയിൽ കൂടികൊള്ളുന്നത്. വശ്യ ഒരു സാധാരണ ബോധത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങ് എന്നോട് വളരെയധികം വിഷയങ്ങൾ, ആധികാരികവും അല്ലാത്തതും കോണ്ടംപററിയിൽ വരുന്ന വലിയ വിഷയങ്ങൾ അങ്ങ് സംസാരിക്കുമ്പോഴും അങ്ങ് യഥാർത്ഥത്തിൽ നിൽക്കുന്ന തലം വേറെയാണ്. പക്ഷേ എൻ്റെ ബോധത്തിനനുസൃതമായി അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കുട്ടിയെ ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനൊരു ഗ്ലോബൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ ഇരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കി കുട്ടി വരുന്നതോടുകൂടി കുട്ടിക്ക് മനസ്സിലാവും ഇത് ഈ ഗ്ലോബിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഭൂമി കുടികൊള്ളുന്നത്. അതിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ ഇന്ത്യയും മറുവശത്ത് അമേരിക്കയും ആയതുകൊണ്ടാണ് രാവും പകലും നിലനിൽക്കുന്നതെന്നൊരു ബോധം ആ കുട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വശ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരു സ്പിരിച്വാലിറ്റി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മരണത്തിന് ശേഷം വീണ്ടും ഇവിടെ തുടരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം പ്രത്യേകിച്ച് ഈ ദുർമരണങ്ങൾക്ക് ഇരയാകുന്നവരാണ് തുടരുന്നത് എന്നുള്ളതാണ് സങ്കല്പം. ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതിനപ്പുറം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു സംശയത്തോടു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള സ്പിരിറ്റുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് പറയാറുണ്ട്. ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. ഡോക്ടർ ജോർജ് മാത്യുവിനോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഇത് ഈ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു വസ്തുതയും ആ വസ്തുവായി തീരുന്നതും പിന്നീട് അതിൻ്റെ നഷ്ടതലവും ഉണ്ടല്ലോ, നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ അങ്ങയുടെ കയ്യിലൊരു പേന ഇരിക്കുന്നുണ്ട്, ആ പേന അങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്, പിന്നെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആ പേന നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ പേന അങ്ങയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ പേനയിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്ന തലങ്ങളുണ്ടല്ലോ, അങ്ങയുടെ ഡയറി കുറിപ്പുകൾ അങ്ങ് എഴുതിയിട്ട് അങ്ങ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങ് എഴുതിയിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, എന്തായാലും ആ വസ്തു ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പേനയുടെ സ്പിരിറ്റ് തന്നെയാണ്. അതിൻ്റെ രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വരും. പിന്നെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കണ്ടിട്ടുള്ളത് അറിയാമല്ലോ, പഴയകാല സിനിമകളിലും നോവലുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാക്ക് നീട്ടി മുടിയെല്ലാം അഴിച്ചിട്ട് ഈ പാലപ്പൂവിൻ്റെ ഗന്ധത്തോടുകൂടി വെളുത്ത വസ്ത്രത്തോടു കൂടി ചേർന്ന് വരുന്ന ഒരു വിച്ചിനെയാണ്, ഒരു പ്രേതാത്മാവിനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നിലത്ത് തൊടാതിരിക്കുന്ന ഒരു വിച്ചസിനെ അല്ലെങ്കിൽ വിച്ചിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ തലത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതുണ്ട്. ഈ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ വിശ്വാസം അന്ധവിശ്വാസമായി മാറുകയും ആചാരം അനാചാരമായി കൺവർഷൻ നടക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതിൽ നിന്ന് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈശ്വരനെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇന്ന് പോയിട്ട് ഒരു നൂല് ജപിക്കുന്നു, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നു, അപ്പോഴുടൻ തന്നെ ഈശ്വരൻ അതിന് അനുഗ്രഹം തരും, നമ്മൾ പരീക്ഷയിൽ A ഗ്രേഡിൽ വിജയിക്കുന്നു. ഈ തലത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് ഈശ്വരൻ നമ്മളിൽ തന്നെയാണ്, ഈ നമ്മളിൽ തന്നെയാണെന്ന ബോധം വരണമെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിറ്റ് നമ്മളിൽ തന്നെയാണെന്ന ബോധം വരണമെങ്കിൽ നോ ദൈസെൽഫ് നോ ദ യൂണിവേഴ്സ്, ഈ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കണം. ഇപ്പോൾ അങ്ങേക്ക്, എനിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമറ ഈ ക്രൂവിനുള്ള മുഴുവൻ പേർക്കും നമുക്ക് നമ്മളെ അറിഞ്ഞാൽ മാത്രമേ
ഈശ്വരനെ അറിയാൻ പറ്റും, പ്രപഞ്ചത്തെ അറിയാൻ പറ്റും. പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്തു തരാനൊന്നുമില്ല. ഈശ്വരൻ നിരാമയനാണ്, നിർഗുണനാണ്. അദ്ദേഹം രാവിലെ എണീറ്റ് നമ്മൾ ഒരു കല്ലെടുത്തെറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ വണ്ടി ആക്സിഡൻറ്റിൽ പെടുത്തുകയും കുറച്ച് പൂക്കൾ വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് സുന്ദരിയായ ഭാര്യയെ ലഭ്യമാക്കുകയൊന്നും ചെയ്യില്ല. ഇത് നിയതിക്കനുസൃതമായി ഏതാണ്ട് കോടിക്കണക്കിന് വർഷം നിലനിൽക്കുന്ന ഭൂമിയുടെ ഒരു താളമുണ്ടല്ലോ, ആ താളത്തിനനുസരിച്ചാണ് ഇത് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഓരോ മനുഷ്യനും ഈ താളത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് പ്രശ്ന സങ്കീർണമാകും. പക്ഷേ താളത്തിനകത്ത് നിന്ന് പുരോഗമനപരമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ താളലയം അനുഭവിക്കാൻ കഴിയും. ഇതാണ് റിയൽ സ്പിരിറ്റും സ്പിരിച്വാലിറ്റിയും. ഓക്കെ. അപ്പോൾ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, ഈ ചില വ്യക്തികളുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ വീടുകളിൽ അനുഭവപ്പെടുന്നു എന്ന ഒരു അഭിപ്രായവുമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്കയുമായി ഈ പാരാസൈക്കോളജിസ്റ്റുകളെ സമീപിക്കുന്നവരുണ്ട്. ജോർജ് ജോസഫ് സാറിനെ തന്നെ സമീപിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ആധാരം, അദ്ദേഹം ആ വീടുകളിൽ പോയതും ചില വസ്തുക്കൾ എടുത്തു കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം ഇതവിടെ ഉണ്ടെങ്കിൽ ആ സ്പിരിറ്റ് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്പിരിറ്റിനെ ഫ്രീ ആക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ പലപ്പോഴും ഈ വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്ക് വിഷയങ്ങൾ അപ്രാപ്യമാണ്. പക്ഷെ നമ്മൾ പ്രാപ്യമായൊരു ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അങ്ങയിൽ ഇപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അപ്പോൾ ഈ മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കളുമായിട്ട് അങ്ങയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങയും അവരെ അങ്ങയുടെ മാതാപിതാക്കളെ പോലെ തന്നെ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് അവരിൽ കാണാൻ കഴിയുന്ന ഒരു ഉൾക്കാഴ്ച, അവരെന്നിലേക്ക് കടന്നെത്തുന്ന ഒരവസ്ഥ, അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ലയമാണ്. ആ ലയത്തിനകത്ത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലയത്തിനൊരു താളവും ഉണ്ടാകും. അപ്പോൾ ഇത് പിന്നെ സ്വാഭാവികമായിട്ട് ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നു വരാറുണ്ട്. ഇത് വളരെ ശാസ്ത്രീയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പ്രേതാത്മാവ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ള പുതച്ച പ്രേതാത്മാവ്, മൂക്കിൽ പഞ്ഞി വെച്ച പ്രേതാത്മാവ് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഇപ്പം നമുക്ക് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നു. അവർക്ക് ഈ ബാർബർ ഷാപ്പിന് നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിൽ ഒരു വർക്കറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പുതിയ ലോകമാണ് അദ്ദേഹത്തിൻ്റെ. ആ പുതിയ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് മോഡേൺ സിസ്റ്റമാണ് അവിടെ ചെല്ലുന്ന സമയത്ത് നേരത്തെ ഒരാൾ മുടി കട്ട് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾ കയറാൻ സമയത്ത് അദ്ദേഹവും വിചാരിക്കുന്നു, നമ്മളും വിചാരിക്കുന്നു, അദ്ദേഹം സ്നേഹത്തോടു കൂടി ഈ നമ്മൾ ഇരിക്കാൻ പോകുന്നില്ലേ സീറ്റ്, ആ സീറ്റിൽ ഇങ്ങനെ തട്ടിയിട്ടിരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം നമ്മളോടുള്ള ഒരു ബഹുമാനം കൊണ്ട്, അദ്ദേഹവും വിചാരിക്കുന്നു നമ്മളോട് ബഹുമാനം വേണമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരാൾ അവിടെ ഇരുന്നിട്ട് പോയി കഴിഞ്ഞ്, അതുകൊണ്ടാണ് ഈ മരണാനന്തര കർമ്മങ്ങളിൽ അത് അനുഷ്ഠിച്ച് വരുന്നത്. ഒരാൾ അവിടെ ഇരുന്നിട്ട്, ഇപ്പം ഞാനിരിക്കുന്ന ഈ സീറ്റ്, അപ്പോൾ ഈ സീറ്റിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാമറ യൂണിറ്റുകാർ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞ ശേഷം ഈ സീറ്റിൽ തട്ടിയിട്ട് പോകും. പക്ഷെ അവർ തട്ടുമ്പോഴും അവരുടെ ഉത്ബോധത്തിലാണ് തട്ടുന്നത്, അവരിത് മനസ്സിലാക്കിക്കൊണ്ട് തട്ടുന്നതല്ല. കാരണം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ലെയറുകളെക്കുറിച്ച് മോഡേൺ സയൻസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലെയറിൻ്റെ ബോധം ഈ ചെയറിലുണ്ടാവും, ഈ ചെയറിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇതിനെ മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ബോഡി എല്ലാ സമയത്തും ഈ അസുഖങ്ങൾ ബാധിക്കുന്നതിനെക്കുറിച്ച് മോഡേൺ സയൻസ് പറയുന്നുണ്ട്. നമ്മൾ മോഡേൺ സയൻസിനോട് തന്നെ ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ബോഡിയിലാണ് അസുഖങ്ങൾ ബാധിക്കുന്നത്. അപ്പോൾ എനർജി ബോഡി ഞാൻ ഇവിടെ നിന്ന് എണീറ്റാലും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഡെഡ് ബോഡി എടുത്ത് മാറ്റിയതിന് ശേഷം കിടത്തുന്നൊരു ഇലയുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം ലോകം മാറിക്കഴിഞ്ഞു. ഈ ഇലയെ കാരമുള്ളും വെട്ടുകത്തിയും കൊണ്ടുവന്നിട്ടാണ് ഇത് മുറിക്കുന്നത്. ഈ തട മുറിക്കുക എന്ന് പറഞ്ഞ് ഇത് മുറിച്ചെടുത്തോണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ശാന്തി കവാടം പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അതെന്തിനെന്ന് പറഞ്ഞാൽ ഈ മരിച്ചു പോയ ആളിൻ്റെ, അദ്ദേഹം രോഗാതുരനായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലെയർ അവിടെ ബാലൻസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ലെയർ മുറിച്ച് കളയാനാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കോണ്ടംപററി സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ഒരിക്കലും തന്നെ ബോഡിയിലല്ല. ഇപ്പോൾ ഹോമിയോ പോലത്തെ സിസ്റ്റം വന്നു കഴിഞ്ഞ സമയത്ത് പോലും സാമുൽ ഹനുമാൻ കൊണ്ടുവന്നത് സിസ്റ്റം എന്ന് പറയുന്നത്, അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലേക്ക്, അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചികിത്സിക്കുന്നത് രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രോഗത്തെ ചികിത്സിക്കണമെങ്കിൽ രോഗി ആരെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പുതിയ സയൻസ് വന്നപ്പോഴും എനർജി ബോഡിയിലാണ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ത്രോട്ട് ചക്ര വീക്കായി കഴിഞ്ഞാൽ തൊണ്ടയിൽ കിച്ച് അനുഭവപ്പെടുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ആദ്യം വേണ്ടത് ത്രോട്ട് ചക്രയിലാണ്. അങ്ങനെ എനർജി ബോഡിയിൽ മുഴുവൻ ബാധിക്കുന്ന രോഗങ്ങളെ മാറ്റിയാൽ റിയൽ ബോഡിയിൽ വരില്ല എന്നുള്ള ഇതുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതുകൊണ്ട്
ഈ ഈ ഈ നിലനിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ, ഈ ബോഡിയെ ഏത് സമയത്ത് വേണം എന്ത് വേണം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അത് മറ്റ് സ്പിരിറ്റുകളുടെ സ്പിരിറ്റ്, മറ്റ് സ്പിരിറ്റുകളെന്ന് മാത്രമല്ല, ഇപ്പം സ്പിരിറ്റ് മറ്റൊരാളുടെ ലേയേഴ്സ്. അതെ അതെ, വേറെ എന്തെങ്കിലും കാര്യം കടന്നു, ആ ഭാഷ തന്നെ ഉപയോഗിക്കാം. അതെ അതെ അതെ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് മറ്റു വ്യക്തികളുടെ, അതാണ് നമ്മൾ എന്താണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ആ ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഒരാളുമായി ചേർന്ന് കുറേ നാൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഈ ഹൈന്ദവ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ അമ്പല പൂജാരി ഭക്തനെ തുടരുത്, തീർത്ഥവും ഇതെല്ലാം പ്രസാദവും കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കുന്നില്ല. ഇത് തുടരുത് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ മുന്നോക്ക പിന്നോക്ക സവർണാവർണ, അങ്ങനെയല്ല. അമ്പല പൂജാരി ഭക്തനെ തൊട്ടുകൂടാന്ന് മാത്രമല്ല, ഭക്തന്മാർ തമ്മിലും തൊട്ടുകൂടാ. അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ ശബരിമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 4-5 പേര് ഒരുമിച്ച് ഇടിച്ചൊക്കെ അല്ലേ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇടിച്ചാൽ. അപ്പോൾ ഭക്തന്മാർ തമ്മിൽ, കാരണം ഭക്തന്മാർ തമ്മിൽ തൊട്ടാൽ പോലും ഈ ലെയറിന് കോട്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നില്ലേ. വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോഴും ഈ വിഗ്രഹം കുടികൊള്ളുന്ന ശ്രീകോവിലിനുള്ളിൽ വെളിച്ചമോ ശബ്ദമോ കടത്തിവിടാറില്ല, വെളിച്ചവും കടത്തിവിടാറില്ല. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, കണ്ണിന് ഇമ്പമേകുന്ന, അതായത് നമ്മുടെ ഈ പഞ്ചബോധങ്ങളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ബോധം മാത്രമാണ് ഈ ചെറു വെളിച്ചത്തിൽ കൊടുക്കുന്നത്. അകത്ത് ലൈറ്റ് ഇടാറില്ല. പക്ഷെ പുതിയ കാലഘട്ടം വന്നപ്പോൾ അവിടെ ഈ ഫ്ലിറ്റ് ലൈറ്റൊക്കെ വയ്ക്കുന്ന രീതിയൊക്കെ വന്നു കഴിഞ്ഞുവെങ്കിൽ പോലും സിസ്റ്റം വളരെ പ്രധാനമാണ്. നമ്മൾ പാലിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പം അങ്ങയുടെ ജീവിത ശൈലിയിൽ അങ്ങ് എങ്ങനെ പ്രണയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് എങ്ങനെ മാതാപിതാക്കൾ പറയുന്നത് പോലെ കേട്ട് വിവാഹം കഴിക്കണമെങ്കിൽ അത് നമ്മൾ നിലവിലുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് ലംഘിച്ചുകൂടെ എന്ന് വെച്ചാൽ നമ്മൾ ലംഘിക്കാറുണ്ട്. അപ്പോഴും മറ്റത് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പോകുന്നു, അദ്ദേഹം വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇത്ര 3 മണിക്കൂർ ഇടവിട്ടാണ് നിങ്ങൾ മെഡിസിൻ കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ അദ്ദേഹം പറയുന്നത് കേൾക്കാതെ നമുക്ക് ജീവിക്കാം, അതുപോലെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വശ്യ എന്നുള്ള ഒരു അനുഭവ കഥ അങ്ങ് പുസ്തക രൂപത്തിലെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് 2 കുട്ടികൾ ഈ പറഞ്ഞ സ്ഥലത്ത് പോയി ഈ ഒരു അനുഭവം, അതാണ് കഥയുടെ പൊതു സ്വഭാവം. അതെ അതെ. ഇത് 1 അല്ല 5 പുസ്തകങ്ങളുടെ ഇതൊരു പരമ്പരയാണ്. 5 വിഷയങ്ങളാണ്. 5 വിഷയങ്ങളാണ്. കണക്ഷൻ ഒന്നുമില്ല. ഇല്ല. ഒരു 5 പുസ്തകങ്ങളും തമ്മിൽ കണക്ഷൻ ഇല്ല. പക്ഷെ ഇത് വശ്യ സീരീസ് ആണ്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേരാണ് വശ്യ ഒരു സംഭവ കഥ. രണ്ടാമത്തത് വശ്യ ഒരു പ്രതികാരത്തിന്റെ കഥ. അത് മറ്റൊരു കഥയാണ്. അതിൽ വശ്യ എന്ന് പറയുന്ന ക്യാരക്ടർ സെൻട്രലൈസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് വശ്യ ഒരു വഞ്ചനയുടെ കഥ. അത് മറ്റൊരു കഥയാണ്. അതൊന്നും എൻ്റെ എക്സ്പീരിയൻസിൽ വരുന്നതല്ല. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഒരുപക്ഷെ നമ്മൾ അക്ഷരം അഗ്നിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു വായനയ്ക്ക് ഒരു മാറ്റം വരും. ഒരുപക്ഷെ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കരുതുന്നത് തന്നെ കുട്ടികൾ ഈ പുസ്തകം സ്വീകരിക്കും, അല്ലെങ്കിൽ മുതിർന്നവരിലേക്ക് ഇത് പകരപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വായനയ്ക്കൊരു മാറ്റം വരണമല്ലേ. എനിക്കിപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിത മൂല്യങ്ങളുടെ ഒരു വളർച്ചയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകവും അങ്ങനെ തന്നെയാണ്. ഈ പുസ്തകം എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്നാണ്. അല്ല കേവലം ഒരു യക്ഷിക്കഥയായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു സിനിമാറ്റിക് സ്വഭാവത്തിൽ, അല്ലെങ്കിൽ സിനിമയോ ഇത് വെബ് സീരീസോ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു യക്ഷിക്കഥയുടെ സ്വഭാവത്തിലാണ് നിൽക്കും. പക്ഷേ പുസ്തകം നിൽക്കുന്നത് ജീവിത മൂല്യങ്ങൾ, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്ന്. കേട്ടാൽ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ അങ്ങയോട് പറയുന്നു, അല്ലെങ്കിൽ അങ്ങ് എന്നോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും അനാവശ്യമായി, അത്യാവശ്യത്തിന് പറഞ്ഞുകൊള്ളുക, അനാവശ്യമായി കള്ളം പറയരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പലപ്പോഴും വിചാരിക്കും അത് വളരെ ഈസി അല്ലേ, നമുക്ക് കള്ളം പറയാതിരുന്നാൽ മതിയല്ല. അത്ര ഈസി അല്ല. അതുപോലെ നമുക്ക് എല്ലാത്തിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കത് വളരെ എളുപ്പമുള്ള കാര്യം, യഥാർത്ഥത്തിൽ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ടൈം സ്ലിപ്പ് വളരെ, ഒരുപക്ഷെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ടൈം സ്ലിപ്പ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഈ പുസ്തകം ശ്രമിച്ചിട്ടുണ്ട്. അതിന് 2 സ്ഥലത്ത് തന്നെ. ഇപ്പോൾ വിയറ്റ്നാമിലെ ഒരു നമ്മുടെ പ്രകൃതി നിർമ്മിതമായ ഒരു ഗുഹയിലേക്ക് കുട്ടികൾ ടൈം സ്ലിപ്പിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൈലാസത്തിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ 2 പേരെയും തന്നെ ഈ വശ്യയാണ് കൊണ്ടുപോകുന്നത്. വശ്യ ഇതിലെ അവസാന നിമിഷം വരെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന 13 ചാപ്റ്റർ വരെ വശ്യ നിൽക്കുന്ന ഒരു മ്യൂസിക് ടീച്ചറായിട്ട്, അടുത്ത ഗ്രാമത്തിലുള്ള ഒരു മ്യൂസിക് ടീച്ചറായിട്ട് മാത്രമാണ്. 14ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴാണ് വശ്യയിലേക്ക് ഒരു കൺവേർഷൻ വരുന്നത്, കുട്ടികൾക്ക് ദോഷം വരാത്ത രീതിയിൽ. ഞാൻ ഇതിൻ്റെ പലയിടത്തും ടാഗിൽ പറയാറുണ്ട്, ഈ വശ്യ ഒരിക്കലും തന്നെ നിങ്ങളെ ഭയപ്പെടുത്തില്ല, അവരെ നിങ്ങളാരും ഭയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഭയപ്പെടാറുമില്ല. പക്ഷേ ഇത് വശ്യയെ കണ്ട് നമ്മൾ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ച് നമ്മൾ ഭയപ്പെടുമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത്.
എന്തായാലും വശ്യ ഒരു സംഭവകഥ എന്ന പുസ്തകം ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ തയ്യാറാക്കി കഴിഞ്ഞു. അതൊരു ചലച്ചിത്ര രൂപത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജ് മാത്യു ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയിട്ടുണ്ട്, അവതാരിക എഴുതിയിട്ടുണ്ട്. അദ്ദേഹവും അതിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതൊരു ചലച്ചിത്രമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ പോലും ഒട്ടേറെ സ്പിരിച്വൽ വിഷയങ്ങളിൽ ആഴ്ന്നിറങ്ങി ജീവിക്കുന്ന ആ ഒരു പാരാസൈക്കോളജിസ്റ്റിനെ പോലും ത്രില്ലടിപ്പിച്ച ഒരു പുസ്തകമാണിത് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ പുസ്തകത്തെ അവതരിപ്പിക്കുന്നതിലൂടെ എന്താണ് പാരാസൈക്കോളജി എന്നും അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം തന്നെ വിവരിക്കുകയുണ്ടായി. നമുക്കും അറിയാനൊരു ശ്രമം നടത്തി ഇത്തരത്തിൽ പ്രേതാത്മാക്കളുണ്ടോ, എന്താണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ തന്നെ ചോദിക്കുകയുണ്ടായി. എന്തായാലും ഒരു ചെറിയൊരംശം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പാരാസൈക്കോളജിസ്റ്റുകളുടെ സംഭാഷണ രീതി അത്ര എളുപ്പത്തിൽ നമുക്ക് പിടികിട്ടുന്ന ഒന്നല്ല. കാരണം ഇത് ഇത്ര കടുകട്ടി വിഷയവുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ആളുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ച്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.